പ്രേംകുമാർ എന്ന നടനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. എനിക്ക് അദ്ദേഹത്തിൽ തോന്നിയൊരു പ്രത്യേകത, അദ്ദേഹത്തിനെ വെറുക്കുന്ന ആരുമില്ല. ഒരു ഹേറ്റേഴ്സ് ഇല്ലാത്ത ഒരു നടനാണ്. അദ്ദേഹം നമുക്കറിയാം, ചെറിയ വേഷങ്ങളിലൂടെ വന്നു. കോമഡി നടനായി, സഹനടനായി, നായകനായി തിളങ്ങി നിന്നു. അദ്ദേഹം അങ്ങനെ വലിയൊരു സൂപ്പർ സ്റ്റാർ ഒന്നുമായി മാറിയില്ല. പക്ഷെ അദ്ദേഹം അഭിനയിച്ച സിനിമകളും അഭിനയിച്ച കഥാപാത്രങ്ങളൊക്കെ നമ്മൾ ഇന്നും പലപ്പോഴും റിപ്പീറ്റ് ആയിട്ട് നമ്മുടെ യൂട്യൂബിലൊക്കെ കാണുന്നതാണ്. പിന്നീട് നമ്മൾ അദ്ദേഹത്തെ കാണുന്നത്, അദ്ദേഹം പയ്യെ ഒരു ഈ പറഞ്ഞ പോലെ തന്നെ പിണറായി സർക്കാർ വന്ന ശേഷമുള്ള ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാനായിട്ട് അദ്ദേഹം വന്നു. എനിക്കൊണ്ട് രഞ്ജിത്ത് അദ്ദേഹത്തിന്റെ വളരെ അടുത്ത സുഹൃത്താണ്. അവർ രണ്ടുപേരും ഒരുമിച്ച് സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഒരേ കാലഘട്ടത്തിൽ പഠിച്ചതാണ്. പിന്നീട് രഞ്ജിത്ത് തിരക്കഥാകൃത്തായി മാറി. ഇപ്പുറത്ത് പ്രേംകുമാർ നടനായിട്ട് മാറി. പ്രേംകുമാർ സീരിയൽസിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലംബോ എന്ന് പറയുന്ന ഒരു കഥാപാത്രം അദ്ദേഹം ചെയ്തത് അന്ന് 90കളുടെ തുടക്കമാണെന്ന് തോന്നുന്നു. ദൂരദർശനിലെ ഒരു സീരിയലിൽ അദ്ദേഹത്തിന് അന്ന് ബെസ്റ്റ് ആക്ടർ അവാർഡ് എന്ന് സംസ്ഥാന സർക്കാരിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ PA ബക്കറിന്റെ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ള സഖാവ് കൃഷ്ണപിള്ളയുടെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ട് സഖാവ് എന്ന് പറയുന്ന ഒരു സിനിമ, അത് സിനിമ എനിക്ക് തോന്നുന്നു പുറത്തിറങ്ങിയില്ല. പക്ഷെ അതിൽ സഖാവായിട്ട് അഭിനയിച്ചു ശക്തമായിട്ടുള്ള ഒരു കഥാപാത്രങ്ങൾ തുടക്കകാലത്ത് അദ്ദേഹത്തിന് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ചെറിയ വേഷങ്ങളിലൂടെ വന്നു. പിന്നെ ജോണി വാക്കർ എന്ന് പറയുന്ന ഒരു സിനിമയിൽ, അതിൽ മമ്മൂട്ടിയുടെ അനിയന്റെ സുഹൃത്തുക്കളുടെ ഒരു ഗ്യാങ്ങിൽ, അത് രഞ്ജിത്തായിരുന്നു എൻ്റെ തിരക്കഥ. അങ്ങനെ രഞ്ജിത്ത് ഒരു സുഹൃത്തിന് ഒരു വേഷം കൊടുത്താണ്. അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹം കുറെ സിനിമകൾ കോമഡിയനായിട്ട് വന്നു. പിന്നെ നായകനായി തിളങ്ങി. നമുക്കറിയാം, പിന്നെ ഒരു 2090s കാലഘട്ടങ്ങൾ അദ്ദേഹത്തിന് നിറഞ്ഞു നിന്ന്. 2000-ന് ശേഷം അധികം സിനിമകളൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. പക്ഷേ ഈ രഞ്ജിത്തുമായിട്ടുള്ള ഒരു സൗഹൃദമൊക്കെ ആയിരിക്കാം, രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആയപ്പോൾ അദ്ദേഹത്തെ വൈസ് ചെയർമാനാക്കി. അതിനുശേഷം രഞ്ജിത്ത് പല പ്രശ്നങ്ങൾ, അദ്ദേഹത്തിനെതിരെ ആരോപണമൊക്കെ വന്ന് അദ്ദേഹം രാജിവെച്ചപ്പോൾ പ്രേംകുമാർ ചെയർമാനായി. പ്രേംകുമാർ ചെയർമാനായ ശേഷം ശരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഒരു 3 വർഷക്കാലം അദ്ദേഹം മൊത്തത്തിലുണ്ടായിരുന്നു. അതിലൊരു 2 വർഷക്കാലം അദ്ദേഹം ചെയർമാനായിട്ട് പ്രവർത്തിച്ചു. ഇനികൊണ്ട് 2024, 25 1.5 വർഷത്തോളം പ്രവർത്തിച്ച സമയത്ത് ഒരു കുഴപ്പവുമില്ലാതെ, എന്താ പറയുക, വലിയ വിവാദങ്ങളൊന്നുമില്ലാതെ, അതായത് രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്ന സമയത്ത് ഒരുപാട് വിവാദങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സംസ്ഥാന അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ ഇടപെട്ടതിനെ കുറിച്ചും, പിന്നെ അദ്ദേഹം പണ്ട് നൻപകൽ നേരത്തെന്ന് പറഞ്ഞ സിനിമ അന്നവിടെ ഫെസ്റ്റിവലിൽ ഉണ്ടായിരുന്ന, എന്താ പ്രദർശിപ്പിച്ച സമയത്ത് അന്ന് ഉണ്ടായ കുറച്ച് വിവാദപരമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് അദ്ദേഹം എന്താ പറയാ, തൻ്റെ വീട്ടിലെ പട്ടിയുമായിട്ട് സിനിമ കാണാൻ വന്ന യുവതലമുറയെ ഒരു ഉപമ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കുറെ വിവാദമൊക്കെ ആയിട്ടുണ്ടാവും. നമ്മൾ അതിലേക്കൊന്നും നമ്മൾ കിടക്കുന്നില്ല. എന്തായാലും അങ്ങനെ ഒരു വിവാദം ഒന്നുമില്ലാതെ നല്ല രീതിയിലായിരുന്നു ചലച്ചിത്ര അക്കാദമി കൊണ്ടുപോയത്. എനിക്കൊണ്ട് 2025 IFFKയും ഇപ്രാവശ്യത്തെ എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യത്തെ IFFK ആകുമ്പോഴേക്കും അദ്ദേഹത്തെ മാറ്റി. എന്തായാലും നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിനെ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തോട് പറയാതെ അദ്ദേഹത്തിന്റെ ആ ഒരു ചെയർമാൻ സ്ഥാനത്ത് നിന്നും മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇതിനെതിരെ അദ്ദേഹം സംസാരിച്ചിരുന്നു വന്നിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ ഒരു പോസ്റ്റിൽ അദ്ദേഹം പിണറായി വിജയൻ മമ്മൂട്ടിയോട് മാപ്പ് പറഞ്ഞപ്പോൾ അദ്ദേഹം കുറച്ച് ഫ്ലാഷ് ബാക്കിലോട്ടൊന്ന് പോയി. അതായത് ആശാവർക്കർമാരുടെ ഒരു സമരം, ആ സമരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആശാവർക്കർമാരെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരിക്കലും ഒരു പ്രസ്താവന, അതെനിക്ക് തോന്നുന്നു ഇവരുടെ തന്നെ ഒരു സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. അതായത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമ്മളറിയാം, ഒരുപാട് കോടികളൊക്കെ ചെലവിട്ടിട്ട് കുറെ സമ്മേളനങ്ങൾ നടത്തുന്നു, അല്ലെങ്കിൽ നമുക്കറിയാം ഒരുപാട് ദൂർത്ത് നടക്കുന്നുണ്ട്. ശരിക്കും നമ്മൾ ഇപ്പോഴത്തെ സർക്കാരിന് ആവശ്യമില്ലാതെ ഒരുപാട് കാര്യം, ഇപ്പൊ കഴിഞ്ഞ അടുത്ത് മോഹൻലാലിനെ ആദരിക്കാൻ വേണ്ടി, അതായത് മോഹൻലാലിന് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടുമ്പോൾ അദ്ദേഹം ആദരിക്കാൻ വേണ്ടി നടത്തിയ പരിപാടി, എനിക്കൂടെ അതിന് 2 കോടിയായി എന്നൊക്കെ പറഞ്ഞ് പല റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇങ്ങനെയൊക്കെ നമ്മൾ ദൂരത്ത് നടക്കുന്നു, അപ്പോൾ ആശാ വർക്കർമാരുടെ കാര്യത്തിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കണമെന്ന രീതിയിൽ അദ്ദേഹം ഒരു നല്ല കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ഈ ഒരു കാര്യം പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തോട് ചോദിക്കാതെ, അദ്ദേഹത്തോട് പറയാതെ അദ്ദേഹത്തിന്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്നും മാറ്റി എന്നാണ് പറഞ്ഞത്. അദ്ദേഹം അത് വളരെ ശക്തമായിട്ട് അതിനെതിരെ പ്രതിഷേധിച്ചിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഒരു നല്ല കാര്യമാണ് പറഞ്ഞത്, അതിന് എന്നെ പുറത്താക്കുകയോ എന്നെ മാറ്റുന്നതോ ഒന്നും എനിക്ക് പ്രശ്നമല്ല, പക്ഷെ ഞാനത് മാധ്യമങ്ങളിലൂടെയാണോ അറിയേണ്ടത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അതൊരു ന്യായമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. ഇദ്ദേഹം പറഞ്ഞ ശേഷം ഇദ്ദേഹത്തിനെതിരെ ഒരുപാട് സൈബർ അറ്റാക്കുകൾ വന്നു. അപ്പോൾ ഈ പറഞ്ഞ ഇടതുപക്ഷ ഒരു സൈബർ പോരാളികളുടെ ഭാഗത്തുനിന്ന് പ്രേംകുമാറിന് ഒരുപാട് അറ്റാക്ക് വന്നു കഴിഞ്ഞപ്പോൾ മറ്റ് നേതാക്കളാരും അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തില്ല. പക്ഷെ ഇതേപോലെ തന്നെ നമ്മുടെ കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ സച്ചിദാനന്ദൻ, അദ്ദേഹം ഇതുപോലെ തന്നെ ഇപ്പോഴത്തെ പിണറായി സർക്കാരിനെ രൂക്ഷമായിട്ട് വിമർശിച്ചു. പക്ഷെ അദ്ദേഹത്തിനെ സ്ഥാനത്തുനിന്ന് മാറ്റിയില്ല. അപ്പൊ തന്നെ പ്രേംകുമാർ പറഞ്ഞു, സച്ചിദാനന്ദൻ
സാർ അദ്ദേഹം ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹത്തിനോട് കാണിക്കുന്ന ആ ഒരു കരുണ അല്ലെങ്കിൽ ആ ഒരു നീതി എന്തുകൊണ്ട് എന്നോട് കാണിച്ചില്ല? അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറി വയനാട് ടൗൺഷിപ്പ് സന്ദർശിപ്പിക്കാൻ വന്നപ്പോൾ ഉണ്ടായ ഒരു ഇഷ്യൂ ആണ്. റഫീഖിനോട് മമ്മൂട്ടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ മാറി നിൽക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മമ്മൂട്ടിക്കെതിരെ സൈബർ അറ്റാക്ക് വന്നു. മമ്മൂട്ടിക്കെതിരെ സൈബർ അറ്റാക്ക് വന്നു കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ സൈബർ പോരാളികളെ, ഇടതുപക്ഷ സൈബർ പോരാളികളെ കുറ്റപ്പെടുത്തി മമ്മൂട്ടിയോട് മാപ്പ് പറയുകയാണ് ചെയ്തത്. ഇതിനെതിരെ എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു കാര്യത്തിലാണ് തന്റെ ഒരു വേദന ഇദ്ദേഹം പോസ്റ്റ് ഇട്ടത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് എന്ന് തന്നെ പറയുന്നത്, പ്രേംകുമാറിന്റെ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി മാപ്പ് പറയുമ്പോൾ എന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ ഒരു ക്യാപ്ഷൻ തന്നെ. എന്നിട്ട് അദ്ദേഹം അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഹൈലൈറ്റ് ആയിട്ട് പറഞ്ഞത് ആദരണീയനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി സൈബർ പോരാളികളുടെ നീചമായ പ്രവൃത്തികളുടെ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുത്ത് മമ്മൂട്ടിയോട് മാപ്പ് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ വിശാല മനസ്സിനെയും മാനവിക ബോധത്തെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. എന്നിട്ട് പറയുന്നത്, എന്നെ സൈബർ അറ്റാക്ക് ചെയ്തിട്ട് അരുത് എന്ന് താങ്കൾ പറഞ്ഞില്ല എന്നതാണ് അദ്ദേഹം പറയണത്. ഇപ്പോൾ മമ്മൂട്ടീനെ സൈബർ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ താങ്കൾ സപ്പോർട്ട് ചെയ്തു, പക്ഷെ എന്നെ ഒരു സൈബർ അറ്റാക്ക് ചെയ്തപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ കൂടെ ഉണ്ടായില്ലല്ലോ. കഴിഞ്ഞ 35 വർഷമായി പ്രസ്ഥാനത്തിന്റെ കൂടെ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹം 35 വർഷമായിട്ട് അദ്ദേഹം ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പ്രമാണിമാരോടും ഉന്നതന്മാരോടും ഒരു നീതി, സാധാരണക്കാരോട് മറ്റൊരു നീതി. ഈ പ്രമാണിമാർ ഉന്നതന്മാർ അദ്ദേഹം മമ്മൂട്ടിനെയും സച്ചിദാനന്ദനെയും തന്നെയാണ് അത് ഉദ്ദേശിച്ചത്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, മമ്മൂട്ടിയുമായി ഞാൻ ഒരിക്കലും എന്നെ കമ്പയർ ചെയ്യുന്നതല്ല, പക്ഷെ എന്നോട് നീതി കാണിച്ചില്ലല്ലോ എന്ന് പറഞ്ഞത്. ഇതിന്റെ അടിയിൽ തന്നെ പല കമന്റുകൾ വരുന്നുണ്ട്. ഞാൻ ഇതെല്ലാം കമന്റുകൾ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു എന്താ പറയുക, ഇദ്ദേഹത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമാണ്. അതിലെ ഒരു കമന്റ് പ്രധാനമായിട്ട് ഞാൻ കണ്ടത്, റഫീഖ് എന്ന് പറയുന്ന ജില്ലാ സെക്രട്ടറി, വയനാട് ജില്ലാ സെക്രട്ടറി സപ്പോർട്ട് ചെയ്തതാണ്. അതായത് റഫീഖ് ആയിരുന്നു ശരി, മമ്മൂട്ടി അല്ല ശരി. അപ്പൊ ഇതിൽ പ്രേംകുമാർ മമ്മൂട്ടിനെ പിണറായി മാപ്പ് പറഞ്ഞത് ാണല്ലോ പറയുന്നത്. അപ്പോൾ മമ്മൂട്ടിയുടെ മാപ്പ് പിണറായി മാപ്പ് പറയേണ്ട കാര്യമൊന്നുമില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, മമ്മൂട്ടി ആയാലും പ്രേംകുമാർ ആയാലും നിങ്ങൾ വെറും സിനിമാ നടന്മാര്, പക്ഷെ റഫീഖ് ഞങ്ങളുടെ ഒപ്പം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ അതിൽ പറയുന്നതാണ്, നിങ്ങളെ ഈ ഒരു നിലയിൽ എത്തിച്ചത്, നിങ്ങളെ ഒരു ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആക്കിയത് LDF സർക്കാരല്ലേ, പിണറായി സർക്കാരല്ലേ. ഇപ്പോൾ നിങ്ങൾ LDFനെതിരെ തിരിയുന്നത് ശരിയാണോ എന്നാണ് പറഞ്ഞത്. കാരണം അദ്ദേഹം നമുക്കറിയാം, ഒരു മാസം മുമ്പ് അദ്ദേഹം കോൺഗ്രസിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ള ഒരു ചർച്ച ഉണ്ടായിരുന്നു. KPCC നടത്തിയ ഒരു പുസ്തകോത്സവത്തിൽ അദ്ദേഹം പങ്കെടുത്തു. പക്ഷെ അന്ന് പ്രേംകുമാർ പറയുന്നത് രാഷ്ട്രീയമല്ല, ഇത് തന്നെ ജോസ് തോമസ്, ആലപ്പി അഷ്റഫ്, പിന്നെ CR മഹേഷ്, അങ്ങനെയുള്ള അവരൊക്കെ സുഹൃത്തുക്കളായതുകൊണ്ട് അവരൊക്കെ വിളിച്ചതുകൊണ്ട് ഞാനൊരു നാടകവും ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലും പുസ്തകവും ഉത്സവമൊക്കെ ആയതുകൊണ്ട് മാത്രം പങ്കെടുത്തു എന്നാണ്, ഇതിൽ രാഷ്ട്രീയം ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഞാൻ കോൺഗ്രസിൽ പോവോ ഇല്ലയോ എന്നൊന്നും പറയാൻ പറ്റില്ല, ഞാൻ ഡിസ്കഷൻസ് ഒന്നും അങ്ങനെയൊന്നും ഇല്ല, ഇതിലിപ്പോൾ രാഷ്ട്രീയം ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ പിന്നീട് കുറെ ചർച്ചകളുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേര് കോൺഗ്രസിൽ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചർച്ചകളുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇപ്പോഴും തീരുമാനമായിട്ടില്ല. എനിക്ക് തോന്നുന്നു അദ്ദേഹം അങ്ങനെ ഒരു ഇലക്ഷനൊന്നും നിൽക്കാൻ ഒരു ഉണ്ടാവില്ല. കാരണം അദ്ദേഹത്തിനെ അന്വയിപ്പിക്കാനൊക്കെ CPM നോക്കിയിരുന്നു. പക്ഷെ എന്നിട്ടും അദ്ദേഹം എനിക്ക് തോന്നുന്നു കുറച്ച് ഒരു കോൺഗ്രസിനോട് ചായ്വൊക്കെ കാണിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം എന്നും അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ അദ്ദേഹം അഭിപ്രായങ്ങൾ പറയുന്ന ഒരു വ്യക്തിയാണ്. കാരണം 2021 അമൃത ചാനലിൽ MG ശ്രീകുമാറുമായി ഉള്ള ഒരു പ്രോഗ്രാം ഉണ്ട്. അതിൽ അദ്ദേഹം ഗസ്റ്റായിട്ട് വന്ന സമയത്ത് അദ്ദേഹം ഈ മുല്ലപ്പെരിയാറിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. അന്ന് വളരെ ശക്തമായിട്ട് മുല്ലപ്പെരിയാറിന്റെ അപകടാവസ്ഥയെ കുറിച്ച് സംസാരിച്ചു. അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു പോസ്റ്റും ഈ അടുത്തിട്ട് അദ്ദേഹം പഴയ MG ശ്രീകുമാറുമായിട്ടുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ട് എഴുതിയിരുന്നു. അനീതിയുടെ 999 വർഷങ്ങൾ, കൂറ്റൻ ജലബോംബം വെച്ച് ഭയത്തിന്റെ മുൾമുനയിൽ കഴിയുന്ന ജനതയെ രക്ഷിക്കാൻ അനീതിയുടെ ആ കരാറ് റദ്ദ് ചെയ്യുക, ഡീകമ്മീഷൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് മുല്ലപ്പെരിയാർ ഇഷ്യൂവിൽ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ഈ പറയുന്ന റാഗിങ്ങിനെ കുറിച്ച്, രക്തം നിലവിളിക്കുന്ന ക്യാമ്പസുകൾ എന്ന് പറഞ്ഞ് കേരള കൗമുദിയിൽ അദ്ദേഹം ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം VS അച്യുതാനന്ദന്റെ ഭയങ്കര ആരാധകരാണ്. VS അച്യുതാനന്ദനെ അദ്ദേഹത്തിന് എന്താ പറയുക, മരിച്ച സമയത്തായാലും അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഓർമ്മകളും VSന്റെ അഭിവാദ്യങ്ങളും അർപ്പിച്ചും, അതായത് നമുക്ക് അദ്ദേഹത്തിന്റെ പോസ്റ്റ് വായിക്കുമ്പോൾ മനസ്സിലും അദ്ദേഹം എത്രത്തോളം VSനെ ആരാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ VS എന്ന നേതാവിന് അദ്ദേഹത്തിന് എത്രത്തോളം ഇഷ്ടമാണ് എന്നൊക്കെ നമുക്കതിൽ എന്താ പറയുക, അതൊക്കെ നമുക്കതിൽ മനസ്സിലാവും. അതേപോലെ തന്നെ വേടനെ കുറിച്ച് അദ്ദേഹം വേടനെ സപ്പോർട്ട് ചെയ്തിട്ടും സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഓരോ കാര്യങ്ങളും വളരെ, എനിക്ക് തോന്നുന്ന ഒരു ശരിക്കുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആശയത്തെ ഉൾക്കൊണ്ട് സംസാരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. പിന്നെ മമ്മൂട്ടിയും മോഹൻലാലിനെയും കുറിച്ച് അദ്ദേഹം പോസ്റ്റുകൾ എഴുതിയിട്ടുണ്ട്. അതിൽ
കൂടുതൽ എനിക്ക് തോന്നുന്നു മോഹൻലാലുമായിട്ടാണ് അദ്ദേഹത്തിന് കൂടുതൽ. അപ്പൊ അദ്ദേഹം പറയുന്നതിൽ മോഹൻലാലിന്റെ കൂടെ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ബട്ടർഫ്ലൈസ് എന്ന സിനിമയിലാണ്. ആ ഒരു സിനിമയിൽ അഭിനയിച്ചു. അദ്ദേഹം ഗാന്ധർവ് എന്ന സിനിമയിൽ അഭിനയിച്ചു. പിന്നീട് മിസ്റ്റർ ബ്രഹ്മചാരി എന്ന സിനിമയിൽ അഭിനയിച്ചു. പക്ഷെ മോഹൻലാലിനെ കുറിച്ച് മോഹൻലാലിന്റെ അഭിനയത്തെ കുറിച്ചൊക്കെ അദ്ദേഹം വളരെ പറഞ്ഞിട്ടുണ്ട്. സ്ഫടികം എന്ന് പറയുന്ന സിനിമയിൽ മോഹൻലാലിനോട് അഭിനയിക്കാൻ വന്നിട്ട് ഒരു വേഷം നഷ്ടപ്പെട്ടു. എന്ത് കാരണമാണ് അദ്ദേഹത്തിന് അറിയില്ല. ആ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി എന്നോട് ലോറി ഓടിക്കണം, മോഹൻലാലിന്റെ കൂടെയുള്ള ലോറി ക്ലീനറുടെ വേഷമാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് ആ അവസരം പിന്നെ കിട്ടിയില്ല എന്നാണ് പറഞ്ഞത്. അത് പിന്നീട് മണിയമ്പള രാജുവാണ് ആ വേഷം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും ഇന്നിപ്പോ അദ്ദേഹം ഒരു എന്താ പറയാ, മമ്മൂട്ടിയോട് പിണറായി വിജയൻ മാപ്പ് പറഞ്ഞതിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇനി അതൊരു എന്താ പറയാ, ഇനി അതൊരു വീണ്ടും ഒരു വിഷയമാവോ എന്നുള്ളതൊന്നും അറിയില്ല. പിന്നെ ഇപ്പൊ എന്തായാലും ഇലക്ഷൻ വരികയാണ്. എന്ത് പ്രസ്താവന ഒരു പാർട്ടിക്കെതിരെ, ഒരു പാർട്ടി നേതാക്കൾക്കെതിരെ വന്നു കഴിഞ്ഞാൽ അത് ഇലക്ഷനൊക്കെ ബാധിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ ഒരു സമയത്ത് അദ്ദേഹം ഇങ്ങനെ ഒരു പോസ്റ്റ് ഇപ്പൊ 2 ദിവസം മുമ്പാണ് ഇട്ടത്. ഇനി കൂടുതൽ കാര്യങ്ങളിൽ ഇനി അദ്ദേഹം അതിനെ പ്രതികരിക്കുമോ എന്നുള്ള, കാരണം അതിൽ അദ്ദേഹത്തിന് ഒരു വേദനയുണ്ട്. അദ്ദേഹത്തെ ചലച്ചിത്ര അക്കാദമി സ്ഥാനത്ത് നിന്ന് പറയാതെ പുറത്താക്കിയ ഒരു വേദന അദ്ദേഹത്തിന്. അതിലും കൂടുതൽ അദ്ദേഹത്തിന്റെ വേദന ഈ പറയുന്ന സച്ചിദാനന്ദൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അദ്ദേഹത്തെ സംരക്ഷിക്കുന്നു. ഞാനൊരു നല്ല ഉദ്ദേശത്തിൽ, ഞാൻ ഒരിക്കലും പാർട്ടീനെ എതിരെ പറഞ്ഞതല്ല, ഞാൻ ഈ ആശാ വർക്കർമാരെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ സച്ചിദാനന്ദൻ രൂക്ഷമായിട്ട് തുടർഭരണം വന്നാൽ പാർട്ടി നശിക്കുന്നു, അങ്ങനെ എന്തൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ, തുടർഭരണം ഇത് വേണ്ട എന്ന രീതിയിലൊക്കെ സച്ചിദാനന്ദൻ പറഞ്ഞു. എന്നിട്ടും അദ്ദേഹം ആ സ്ഥാനത്ത് ഇരിക്കുകയാണ്. പിന്നെ മമ്മൂട്ടി ഒരു പാർട്ടിയുടെ ഒരു സെക്രട്ടറിയോട് ഇങ്ങനെ ചൂടായി സംസാരിച്ചിട്ട് മമ്മൂട്ടിയോട് പിണറായി വിജയൻ മാപ്പ് പറഞ്ഞു. എനിക്ക് തോന്നുന്നു എല്ലാം കൊണ്ടും ഒരു അസ്വാരസ്യം അദ്ദേഹത്തിനുണ്ട്. എന്തായാലും നമുക്ക് വരും ദിവസങ്ങൾ നോക്കാം. അദ്ദേഹം ഇനിയിപ്പോ കോൺഗ്രസിലോട്ട് മാറിയിട്ടുണ്ട്. ഇനി കോൺഗ്രസ് സ്ഥാനാർത്ഥിയോ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കോ ഒന്നും നമുക്ക് പറയാൻ. ഇലക്ഷൻ എന്തായാലും വളരെ നാടകീയ മുഹൂർത്തങ്ങളിലൂടെയാണ് ഓരോ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളൊക്കെ നടന്നുകൊണ്ട് പോകുന്നത്. അതിൽ ഓരോ എന്താ പറയുക, ഓരോരുത്തരുടെ പരസ്യ പ്രസ്താവനകളോ ഓരോരുത്തരുടെ പെരുമാറ്റമോ ഒക്കെ വോട്ടിനെ ബാധിക്കുന്നതാണ്. പ്രേംകുമാർ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചില പ്രസ്താവനകളും അദ്ദേഹത്തിന്റെ പ്രവർത്തികളൊക്കെ ഇനി ഏതെങ്കിലും രീതിയിൽ LDF സർക്കാരിനെ ബാധിക്കുമോ, UDF അനുകൂലമാവുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം.